എന്നെ ഇങ്ങനെ മറിയമ്മേ മറിയമ്മേ വിളിക്കരുത്. പിന്നെ നിന്റെ ഈ വയസ്സാം കാലത്ത് ഞാൻ എന്നാ വിളിക്കണം? ടീന ടീന എന്ന് വിളിച്ചാൽ മതിയോ? എന്നാ നിങ്ങൾ ഞാൻ സിജു സിജു എന്ന് വിളിക്കും. അത് അച്ചായ 19 കൊല്ലം മുമ്പ് എൻ്റെ അപ്പച്ചനും അമ്മച്ചി ഒരു ദീർഘദർശനവും ഇല്ലാതെ ഇട്ട പേരല്ലേ ഈ മറിയമ്മ. ഇന്നത്തെ നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ആ പേരൊന്ന് മോഡിഫൈ ചെയ്ത് മരിയ എന്ന് വിളിച്ചോളൂ. നിന്റെ അപ്പൻ ഇപ്പോഴും ആ കാണാവട്ടിക്കാരൻ ബാബിച്ചേട്ടൻ തന്നെ അല്ലേടി? ഇപ്പോഴല്ല, പണ്ടായിരുന്നു. എന്തേ? ഓ ഒന്നുമില്ല, മറിയ എന്ന പേര് നിനക്ക് നന്നായി ചേരും. ചേരുവന്നേ? സത്യമായിട്ടും ചേരുവന്നേ? ഓ ചേരും. അലുവായും മീൻകറിയും പോകും. ഓ അതെങ്ങനെ? നിങ്ങൾക്ക് പണ്ട് കുടുംബപരമായിട്ട് മുട്ടക്കച്ചവടം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്താണേലും കാണിക്കും. എടി മറിയ ഒന്ന് പതുക്കെ പറയടി, നാട്ടുകാർ കേൾക്കും. ആ പിന്നെ പറഞ്ഞു നിൽക്കാൻ നേരമില്ല. നിങ്ങൾ എന്നെ നമ്മുടെ സാലിയുടെ ബ്യൂട്ടി പാർലർ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്തേ. എന്നാടി അവിടെയാണോ ലേഡീസ് പ്രയർ മീറ്റിംഗ്? ഓ വലിയൊരു തമാശക്കാരൻ. അതെ, 10 മിനിറ്റ് ലേറ്റ് ആയാൽ മതി. വല്ലവരും അവിടെ കയറി അങ്ങിരിക്കും. അവിടെ വലിയ തിരക്കാണ്, കസ്റ്റമേഴ്സ് ക്യൂ ആണ്, അറിയാമോ? നീ ഉണ്ടോടി ആ ക്യൂവില്? ഡീ ഈ പെന്തക്കോസുകാരെ നമ്മളെ ഈ ബ്യൂട്ടി പാർലറും അവിടെ ഇവിടെയൊക്കെ കയറി നടക്കുന്നത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നാണക്കേടല്ലേടി? എന്തായാലും ചാക്കോച്ചായി പറഞ്ഞു തന്നെ, ഇനി മുതൽ ഞാൻ ബ്യൂട്ടി പാർലർ പോകുന്നില്ല. ഇത്ര പെട്ടെന്ന് നിനക്ക് പോകാതെ തോന്നിച്ചോടി? അതല്ലെന്നേ, നമുക്ക് സാലി ഇങ്ങോട്ട് വരുത്താന്നേ. അതാകുമ്പോ ആരും എന്നെ കാണുകയുമില്ല, അറിയുകയുമില്ല. എന്നാ പിന്നെ എന്തിനാ അറിയാമേ നീ ഇത്ര ബുദ്ധിമുട്ടി ഈ മാലയും വളയും കമ്മലും ഒക്കെ പറിച്ചു കളഞ്ഞത്? അതുകൊണ്ട് എന്നാ പിന്നെ എടുത്തങ്ങ് ഇട്ടൂടെ? കാലം പോയ പോക്കി. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ആ തോന്നിയതായിരിക്കും. എടാ നീ ഇത്ര നേരം എവിടെ ആയിരുന്നു രാവിലെ? ട്രാഫിക് ഇങ്ങനെ നടന്നു വരുന്നുണ്ടോ ട്രാഫിക്ക്? അല്ല, റോഡിൽ ട്രാഫിക് ഡാഡി. നിന്നോട് ഞാൻ ചോദിച്ചത് ഇത്ര നേരം നീ രാവിലെ എവിടെ പോയായിരുന്നെന്നാ ചോദിച്ചത്. ഡാഡി കൂൾ, ക്രിക്കറ്റ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഡാഡി. ഈ ഞായറാഴ്ച രാവിലെയോ? What to do, ഡാഡി? എടാ മോനെ, നിന്നെ ഈയിടെ ചർച്ചിലേക്കൊന്നും കാണാനില്ലെന്ന് പാസ്റ്റർ ഞങ്ങളോട് ഒരു പരിഭവം പോലെ പറഞ്ഞു. വന്ന് ഇപ്പൊ ഞായറാഴ്ച ഞങ്ങൾ കുറച്ച് കിളവന്മാരും കിഴവന്മാരും മാത്രമായി സഭായോഗത്തിന്. അതിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ ഡാഡി? പ്രാക്ടീസ് ഇപ്പൊ എല്ലാ ആഴ്ചയും ഞായറാഴ്ച രാവിലെ അല്ലേ? അന്നല്ലേ എല്ലാവർക്കും ഒഴിവുള്ളത്. എന്താടാ എല്ലാവർക്കും എന്നാ ഞായറാഴ്ച രാവിലെ വയറൊഴി വേണോ? ഓ come on ഡാഡി, I'm off. അവധി. കാലം പോയ പോക്കെ. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. മോനെ, എടാ എന്റെ പ്രൊഫൈലിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു, ഒന്ന് ചെക്ക് ചെയ്തേടാ. നിന്റെ മൊത്തത്തിൽ കണ്ടിട്ട് നിന്റെ പ്രൊഫൈലിന് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ. ആ നല്ല അച്ചായ, എന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 ദിവസമായി അതൊന്ന് തുറന്നു നോക്കിയിട്ട്. ആരെങ്കിലും പുതിയ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടാവുമോ ആവോ? കാലം പോയ പോക്കെ. എന്തോ ഒരു ശബ്ദം കേട്ടല്ലോ. ഓ തോന്നിയതായിരിക്കും. ഹലോ, ഇത് ഞാനാ പാസ്റ്റർ. മനസ്സിലായി പാസ്റ്ററെ, മനസ്സിലായി. പറഞ്ഞേട്ടെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. പിന്നെ ഞാൻ വിളിച്ചത് അടുത്ത 1 മണിക്കൂർ നിങ്ങളുടെ കുടുംബത്തിന്റെ ചെയിൻ പ്രയർ ടൈമാണ്, മറക്കരുത്. ഒന്ന് ഓർമ്മിക്കാനാ ഞാൻ വിളിച്ചത്. ഓക്കെ പാസ്റ്ററെ, ഓക്കെ, താങ്ക് യു. ഇതിപ്പോ എന്താ ചെയ്യും? എനിക്കാണെ അത്യാവശ്യമായി 2 ക്ലയൻസിനെ ഇന്ന് കാണാനുണ്ട്. ഇന്ന് അവരെ കണ്ടില്ലെങ്കിൽ ഈ ബിസിനസ് ഡീൽ നടക്കുകയില്ല. എടി മറിയേ, സോറി മരിയ. എടി പൊന്നുമോളെ, നമ്മുടെ പാസ്റ്റർ ഇപ്പൊ വിളിച്ചത്. അടുത്ത 1 മണിക്കൂറേ നമ്മുടെ കുടുംബത്തിന്റെ ചെയിൻ പ്രയർ ആണെന്ന് പാസ്റ്റർ പറഞ്ഞു. പ്ലീസ് നീ ഒന്ന് മാനേജ് ചെയ്തേക്കണേ.
എനിക്ക് അത്യാവശ്യമായി ഇന്ന് 2 ക്ലയൻസിനെ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്വയം ജീവിക്കാൻ. അയ്യോ അച്ചായ സോറി, ഞാൻ എന്റെ പഴയ ഒരു ഫ്രണ്ട് വത്സമയമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര നാള് കൂടി അവളെ ഒന്ന് ലൈനിൽ കിട്ടിയെന്ന് അറിയാമോ? അതെങ്ങനെയാ? ഇവിടെ പകലാവുമ്പോ അമേരിക്കയിൽ രാത്രിയല്ലേ? ചാറ്റ് ചെയ്ത് അവസാനം ചീറ്റ് ചെയ്യരുത്. ഒരു കാര്യം ചെയ്യും, നീ നമ്മുടെ മോനോടും പറഞ്ഞു. സോറി ഡാഡി, ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് നടക്കുവാ. ഇന്നലെ നമ്മൾ ദൈവം വിരമിക്കുന്നത്. ദൈവം വിരമിക്കൂ? കർത്താവേ, ഇനി ഞങ്ങൾ ആരോട് പ്രാർത്ഥിക്കും? Come on, Daddy, don't be silly. I mean, God of cricket, Mr. Sachin Tendulkar. സച്ചിൻ ടെണ്ടുൽക്കർ, നീയൊക്കെ തെണ്ടും. ശബ്ദം കേട്ടല്ലോ. എന്നടി നീ കാര്യം പറ. നമ്മുടെ മോന് തീരെ സുഖമില്ല അച്ഛാ, നല്ല പനിയുണ്ട് അച്ഛാ, പെട്ടെന്ന് വരണം. പാസ്റ്റർ കൂടെ വിളിച്ചോട്ടോ. ഹലോ ഹലോ, ഡേസി അല്ലേ? ഞാൻ മറിയാണ്. പിന്നെ മോന് തീരെ സുഖമില്ല, ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. സിസ്റ്ററെ, Praise God, pastor. ടെന്നീസിനെ വിളിച്ചാട്ടെ, പ്രാർത്ഥിക്കാം. ചാക്കോച്ചായ, എനിക്ക് ചാക്കോച്ചായനെ കുറിച്ച് ഒരു ചെറിയ പരാതി കിട്ടിയിട്ടുണ്ട്. എന്താ ഭാഷ? പാർസനേജിൽ ഇപ്പൊ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയോ? ആട്ടെ, എന്ത് പരാതിയാ കിട്ടിയത്? അല്ല, പിന്നെ ചാക്കോച്ചായൻ ഈ നാട്ടില് അറിയപ്പെടുന്ന ഒരു പെന്തിക്കോസ്തുകാരനാണല്ലോ. ആണല്ലോ. അങ്ങനെയുള്ള ചാക്കോച്ചൻ മറ്റുള്ളവരുമായി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു വിശ്വാസിക്ക് ചേരാത്ത പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചു എന്നൊക്കെ. അല്ല, ഞാൻ പിന്നെ നമ്മൾ തമ്മിലാകുമ്പോ തുറന്ന ചാക്കോച്ചൻ മറ്റൊന്നും വിചാരിക്കരുത്. ഞാൻ അനാവശ്യ പദപ്രയോഗങ്ങളും എനിക്കങ്ങനെ സ്വഭാവമില്ല. ആയിരിക്കും, എനിക്കിപ്പം മനസ്സിലായി. അതെ, അതെയോ? അയ്യോ, എന്ത് പറ്റിച്ചാ കൊച്ച? എന്തെങ്കിലും? ഓ, ഒന്നുമില്ല. എല്ലാം പറഞ്ഞുറപ്പിച്ചിരുന്ന ഒരു ബിസിനസ് ഡീലായിരുന്നു. പക്ഷേ ഇപ്പൊ അവർ അതിൽ നിന്ന് പിന്മാറിയത്രേ. ഇതെല്ലാം കൂടെ ഒരുമിച്ചെന്ന പാസ്റ്റർ ഇങ്ങനെ. സാരമില്ല, എല്ലാം ശരിയാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിവിടെ നിന്ന് വെറുതെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ ജഡികമായ എല്ലാ ചിന്തകളെയും വെടിഞ്ഞ് നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ഏകാഗ്രത ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. കഴിഞ്ഞ തലമുറയിൽ നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച ദാരിദ്ര്യത്തിൽ നിന്നും ദൈവം വലിയ ഉയർച്ചകൾ തന്ന് നമ്മെ മാനിച്ചു. എന്നാൽ നാം ഇന്ന് ഹൈടെക് സൗകര്യങ്ങളുടെ സുഖത്തിൽ ദൈവത്തെ മറന്നുകൊണ്ട് യഥാർത്ഥ ആത്മീയതയിൽ നിന്നും എത്രയോ ദൂരത്താണ്. നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പോകാതിരിക്കാൻ ഒരു കുട്ടി പിശാച് ഈ ഭവനത്തിൽ കാരണമുണ്ട്. ആ കുട്ടി പിശാചിന് സൗഹൃദം കൊടുക്കുന്ന കൂട്ടുകെട്ടുകളാണ് ഈ ഭവനാന്തരീക്ഷത്തിൽ. എന്നിട്ട് അതിപ്പോ എവിടെ ഭാഷമായി? ചാക്കോച്ച, നിങ്ങളുടെ ആത്മീയ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണ്. തുറക്കൂ, അത് തുറന്നു നോക്കൂ. നമുക്ക് ഒരുമിച്ച് ഇവനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കാം. ദൈവം ഈ ഭവനത്തിൽ വലിയ വിടുതൽ
നൽകിയിരിക്കുന്നു. ജോഷുവ 24:15 പറയുന്നത് പോലെ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം.